സംഘർഷഭരിതം തന്നെയാണ് ഇപ്പോഴും തലസ്ഥാന നഗരിയിലെ കാഴ്ചകൾ. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഒരു ഭരണകക്ഷി MLA നടത്തിയ ആരോപണത്തിന് ചുവട് പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് അതിന്റെ അങ്ങേയറ്റത്തേക്ക്, അതിന്റെ ഒരു എക്സ്ട്രീമെന്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. പോലീസിനെ ലാത്തി വീശുന്നു. ഇത് എങ്ങനെ അവസാനിപ്പിക്കാനാണ് നീക്കം? കാരണം അറസ്റ്റിന് ആരും വഴങ്ങുന്നില്ല. പ്രവർത്തകരെ പിടിച്ചു നീക്കുമ്പോൾ പ്രവർത്തകർ തന്നെ പോലീസിനെ തടയുന്നു, വാഹനത്തിന് നേരെ കല്ലെറിയുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? സുഹൈല, യൂത്ത് കോൺഗ്രസിന്റെ അവരുടെ സമരവീര്യത്തിന്റെ എല്ലാ പരിധിയും കാണിക്കുകയാണ്. പോലീസിന്റെ ആംബുലൻസ് വീണ്ടും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചില പ്രവർത്തകർ പരിക്കേറ്റ, അതായത് ലാത്തി ചാർജിൽ പരിക്കേറ്റ 3 പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസിന്റെ ആംബുലൻസ് വീണ്ടും എത്തിയിട്ടുണ്ട്. ആ പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, അദ്ദേഹം തലയ്ക്ക് പരിക്കേറ്റുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് SI ജിജുവിനെ ഇവിടെ നിന്നും മാറ്റാതെ, ഈ സ്ഥലത്ത് നിന്ന് മാറ്റാതെ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ്. ചോര വാർന്ന് മരിച്ചാലും ശരി തന്നെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ അദ്ദേഹം SIക്കെതിരെ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളെ തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പോലീസ് വാഹനം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ആ പോലീസ് വാഹനം തടയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമമുണ്ടായി. പോലീസ് വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ കയറുന്നവരുടെ പ്രതിഷേധം ഉയർത്തി. ആ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷമാണ് ആ വാഹനം ഇവിടെ കടന്നു പോകാൻ കഴിഞ്ഞത്. അറേഞ്ച് ചെയ്യുന്നില്ല. പോലീസ് അടിച്ചിട്ട് പോലീസ് വണ്ടിയിൽ പോകണം. അതെ, ആംബുലൻസിൽ വിളിച്ചിട്ടുണ്ട്. അതിലെങ്ങനെ വിശ്വസിച്ച് കയറും? പോലീസ് വാഹനത്തിൽ എങ്ങനെ വിശ്വസിച്ച് കയറും? ഞങ്ങള് പേര് ചോദിച്ചാണ് അവരെ മർദ്ദിച്ചത്. പേര് ചോദിച്ചാണ് മർദ്ദിച്ചത്. പോലീസിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് വാഹനമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് എത്തിച്ച ആംബുലൻസിൽ ഇവിടെ ആശുപത്രിയിലേക്ക് ഇല്ലെന്ന നിലപാടിൽ റോഡിൽ തന്നെ ആ SI ഈ പ്രദേശത്ത് നിന്ന് മാറാതെ ഞങ്ങൾ ഈ റോഡ് വന്ന് അനങ്ങാൻ പോകുന്നത്. ഡിവൈഎഫ്ഐക്കാരൻ SI അദ്ദേഹം ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് ചോദിച്ച് വർദ്ധിക്കുന്നതാണ്. നടക്കും ജിജു NSI ജിജു ഞങ്ങളെ ക്രൂരമായി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ വർദ്ധിക്കുക. ഓരോരുത്തരെ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വടിയല്ല ഉപയോഗിക്കുന്നത്. പോലീസിന്റെ തുടർച്ചയായി അടിച്ച് കൈകൾ കുത്തിക്കുന്ന നടക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും. ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും ഇവരുടെ അക്രമം ഇപ്പോഴേ ഷജീർ എന്ന പേര് ചോദിച്ച് പോലീസ് അടിച്ചു എന്നാണ്, അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ആയിരിക്കാം. എന്തായാലും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പിന്നെ കേരളത്തിലെ പോലീസ് ADGPയുടെ നിർദ്ദേശപ്രകാരം വരുന്നവരെ തലയടിച്ചു പിടിക്കാനുള്ള അജിത് കുമാറിന്റെ നിർദ്ദേശം അതുപോലെ കേരളത്തിലെ പോലീസ് അനുസരിച്ച്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ജില്ലാ പ്രസിഡന്റിന്റെ പേര് ചോദിച്ച് അടിച്ചു. സ്വാഭാവികമായിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ. സ്വാഭാവികമായിട്ട് നേതൃത്വം കൊടുക്കുന്നവരെ തല്ലിച്ചതയ്ക്കാൻ തന്നെയായിരിക്കും നിർദ്ദേശം. സമരം ഇവിടെ കൊണ്ട് തീർക്കണമല്ലോ, അതാണല്ലോ പോലീസിന്റെ ഉദ്ദേശം. എത്ര തല്ലിയാലും എത്ര തന്നെ ആശുപത്രി കിടന്നാലും സമരവുമായി തിരിച്ച് യൂത്ത് കോൺഗ്രസ് വരും, ഒരു തർക്കവുമില്ല. സലീം, ഒരു SI പ്രത്യേകമായി തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുകയാണ്. സംസ്ഥാന നേതാക്കൾക്ക് പുറമെ അണികളും ജില്ലാ നേതാക്കളും ഇതേ ആരോപണം ഉയർത്തുന്നു. എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി? ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ പ്രവർത്തകർ പരിക്ക് പറ്റിയിട്ടും അവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. അവരുടെ സ്വന്തം നിലയ്ക്ക് ആംബുലൻസ് വന്നാലേ പുറത്തു പോവുകയുള്ളൂ. പോലീസ് വണ്ടിയിൽ അവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്നൊക്കെ വാശി പിടിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ റോഡിൽ കിടപ്പാണോ പ്രവർത്തകരൊക്കെ? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. വന്നാൽ ആ പ്രക്ഷുബ്ധതയും സംഘർഷഭരിതവും ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. അലക്സ മുഹമ്മദ് ചെയ്യുന്നു. അലക്സ, നേരത്തെ അബിൻ വർക്കിയുവിനെ ആരോപണം ഉന്നയിച്ചൊരു ഉദ്യോഗസ്ഥനുണ്ട്. എന്നാൽ താഴേക്കിടയിൽ അണികളടക്കം ആ പേര് ഉയർത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് തെരഞ്ഞു പിടിച്ചൊരു മർദ്ദനമാണെന്ന് പറയുന്നു. അതിനു പുറമെ പരിക്ക് പറ്റിയ പ്രവർത്തകർ പോലീസ് വാഹനത്തിൽ അവിടെ നിന്ന് മാറാൻ തയ്യാറായ റോഡിൽ കിടപ്പുണ്ട്. ഇതിപ്പോഴും അതേ സംഘർഷഭരിതമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? അനുനയത്തിന് ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ?
സുഹൈൽ, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന അബിൻ വർക്കിയും ചില പ്രവർത്തകരുമാണ്. അവർ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അബിൻ വർക്കിയുടെ തല പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. പോലീസിന്റെ ലാത്തി ചാർജിൽ അബിൻ വർക്കിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നത് ഇവിടെ മാറുള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹം അബിൻ വർക്കി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ജിജുവിന്റെ CPM നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതേ ജിജുവിന്റെ കയ്യിൽ തന്നെ കാര്യമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്.